Hello friends, welcome back to our channel Mom's Daily. ഇന്നൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ സ്വാദുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. ഇത് നമ്മൾ ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി പ്രത്യേകം ഇറച്ചി മേടിക്കുകയോ മീൻ മേടിക്കുകയോ ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് ബ്രെഡും മുട്ടയൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് 3 വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇതൊരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചിട്ട് ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിന്ന് ഇവിടെ കൈകൊണ്ടല്ല ചേർക്കുന്നത്. ഞാൻ എപ്പോഴും കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഗ്രേറ്റർ വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അത് ഒരുപോലെ തന്നെ ആയി കിട്ടും. നല്ലതുപോലെ തന്നെ ഒരുപോലെ കട്ടിയൊന്നും പിടിക്കാതെ തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചില കട്ടകൾ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ 3 ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ ഉരുളക്കിഴങ്ങ് അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇനി അടുത്തത് ഞാനൊരു 3 മുട്ടയാണ് എടുക്കാൻ പോകുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട. ഇത് മുട്ട കട്ട്ലേറ്റ് അല്ലേ. അപ്പോൾ 3 ഉരുളക്കിഴങ്ങിന് 3 മുട്ട അങ്ങനെയാണ് എടുക്കേണ്ടത്. എല്ലാം ഈക്വൽ ആയിട്ടാണ് എടുക്കേണ്ടത് അളവെല്ലാം. ഈ മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്ററിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇവിടെ മുട്ടയൊക്കെ ഞാൻ നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതാണ് കുറച്ചും കൂടെ നല്ലതുപോലെ മിക്സായി വരാൻ ഇതാണ് എളുപ്പം. ഇനി ഞാൻ അടുത്ത് ചേർക്കാൻ പോകുന്നത് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് സവോളയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രീൻ പീസൊക്കെയാണ് ചേർക്കുന്നതെങ്കിൽ അതൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാൻ. ക്യാരറ്റ് വേവിക്കേണ്ട കാര്യമില്ല. ഞാനത് നോർമൽ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അടുത്തത് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ്. അതൊരു നോർമൽ ചില്ലി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീരകം ചേർക്കാട്ടോ. ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നില്ല. അടുത്തത് ഞാൻ ചേർക്കാൻ പോകുന്നത് 3 സ്ലൈസസ് ഓഫ് ബ്രെഡാണ് കേട്ടോ. പക്ഷേ ബ്രെഡിൻ്റെ സൈഡിൽ ഇതെല്ലാം ഞാൻ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്രസ്റ്റിൻ്റെ ആവശ്യമില്ല. സൈഡിലെല്ലാം ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് പക്ഷെ അത് കളയൊന്നും വേണ്ട. അത് മാറ്റി വെച്ച് നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തുന്ന അത് ബ്രെഡ് ക്രംസ് ആയിട്ട് വേറെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് നല്ലതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കി ഞാൻ ചീന്തി ഇടുവാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ ചേർക്കുക. ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഞാനിവിടെ ഒരു 1/2 പിടിയോളം മല്ലിയില ചേർക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞ മല്ലിയില ഒരു കട്ട്ലേറ്റിനൊരു പ്രത്യേക ഫ്ലേവർ കൊടുക്കും. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ വേപ്പില കീറിയിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി വേണ്ടത് ഒരു 1/2 മുറി അല്ലെങ്കിൽ ഒരു 1/2 സ്ലൈസ് നാരങ്ങയുടെ നീരാണ് വേണ്ടത്. അത് ഒരു എന്താ പറയുക, അതൊരു പുളിക്കും അതൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അത് ഈ കട്ട്ലേറ്റിനൊരു ഫ്ലേവർ കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങയുടെ നീര് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി അടുത്തത് ഞാൻ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, ആ ഒരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരിപ്പൊടിയോ കോൺഫ്ലവർ ചേർക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫൈനലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അതോടുകൂടെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു കൂട്ട് റെഡിയാണ്. നമ്മളിതിനകത്തൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, എണ്ണയിൽ ഒന്ന് നമ്മൾ സാധാരണ വഴറ്റാറൊക്കെ ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി സവോള, നമ്മളിങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ കൂട്ട് റെഡിയാണ്. ഇനി നമ്മുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള റൗണ്ട് ആ ഒരു ഷേപ്പിനകത്തോട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് ആക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഞാൻ പല റോൾസ് ഉണ്ടാക്കിയിട്ട് ഞാൻ വരാം. നമ്മുടെ റോൾ ഇവിടെ റെഡിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതേസമയം ഒരു പാത്രത്തിനകത്ത് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിനകത്തോട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പോ കുരുമുളക് പൊടി അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ജസ്റ്റ് ഒരു മുട്ട അടിച്ചെടുത്തിട്ട് നമ്മളിതിനകത്ത് മുക്കിയിട്ടാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് എടുത്തു, ഈ ഒരു മുട്ടയ്ക്കകത്ത് ഒന്ന് മുക്കിയെടുത്തു. എന്നിട്ട് നമുക്ക് ഇതുപോലെ എല്ലാ കട്ട്ലേറ്റും ഇതൊന്ന് നമുക്ക് മുക്കിയെടുത്ത് എണ്ണയിലിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കട്ട്ലേറ്റ് എപ്പോഴും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ഇടണം. ആ ഒരു കളറ് കിട്ടുന്നത് വരെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം കട്ട്ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ള കാണുന്നത് ഞാൻ പറഞ്ഞ പോലെ മുട്ട പുഴുങ്ങിയ ആ ഒരു വെള്ളയുടെയാണ്, മുട്ട വെള്ളയുടെയാണ് ആ കാണുന്ന വെള്ള കളർ കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പെട്ടെന്ന് നമ്മൾ ഓർക്കും അതെന്താണെന്ന്. അത് മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ നമ്മുടെ മുട്ട കട്ട്ലേറ്റ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് നല്ലതുപോലെ നല്ല ക്രിസ്പിയാണ്. നമ്മളിതിനകത്ത് അരിപ്പൊടി അല്ല കോൺഫ്ലവർ ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ആ ഒരു കോട്ടിങ്ങോ മുട്ടയുടെ കോട്ടിങ്ങോ ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് നമുക്ക് ഇറച്ചിയോ മീനോ ഒന്നും വേണ്ട. ഈ നമ്മുടെ വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു കട്ട്ലേറ്റ്. വെറും ഒരു 15 മിനിറ്റിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് അരിഞ്ഞും അല്ലെങ്കിൽ നമുക്ക് അതിനെല്ലാം കൂടെ നമുക്കൊരു 15 മിനിറ്റോളം മതിയാവും. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നോക്കിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കണേന്നുള്ളത്. അപ്പം ഞാൻ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ട് വരാം. അവിടെ കട്ട്ലേറ്റ് എല്ലാം ഞാൻ വറുത്ത് കോരി വന്നിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട്ലേറ്റിന് നമുക്ക് വെറും 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ആ അരിപ്പൊടിയൊക്കെ ചേർത്തുകൊണ്ടൊക്കെ പുറത്തൊക്കെ നല്ല ക്രിസ്പിനെസ് ഉണ്ട്, അകത്താണെങ്കിൽ നല്ല സോഫ്റ്റുമാണ് താനും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ മുക്കി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല സ്വാദാണിത്. പിന്നെ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കും ഇത് നല്ലതാണ്. ഞാൻ ഇതിൻ്റെ മേലെ ഒരു കുറച്ച് നാരങ്ങ നീര് ചെറുതായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് വളരെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ട് ചേർത്താൽ മതി. അത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇനി ഞാൻ ഇതിനകം നോക്കിക്കേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും, അത്രയും സ്വാദാണ്. ആ ബ്രെഡ്, അതിനകത്തുള്ള ബ്രെഡിൻ്റെ ഒക്കെ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ പുറത്തൊക്കെ നല്ല ക്രിസ്പിനെസ്സൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.